ഹിസ്ബുള്ള തീവ്രവാദികളുടെ ശക്തികേന്ദ്രമായ ദഹിയയിൽ ആക്രമണം നടത്തി ഇസ്രായേൽ സെക്യൂരിറ്റി ഫോഴ്സ്. ഇസ്രായേൽ പൗരന്മാർക്കെതിരെ ഭീകരാക്രമണം ആസൂത്രണം ചെയ്ത ഹിസ്ബുള്ള തീവ്രവാദികളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ആക്രമണത്തിൽ ഹമാസ് ഉൾപ്പെടെയുള്ള പാലസ്തീൻ തീവ്രവാദ ഗ്രൂപ്പുകളുമായി ബന്ധം പുലർത്തിയിരുന്ന ഹസൻ അലിയെയും മകൻ അലിയെയും ഇന്നലെ രാത്രി നടന്ന ആക്രമണത്തിലാണ് ഇസ്രായേൽ കൊലപ്പെടുത്തിയത്. ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലായിരുന്നു ഇവർ കൊല്ലപ്പെട്ടത്. ഹസൻ അലി മഹ്മൂദ് ബദീർ എന്നു പേരുള്ള ഇയാൾ ഹിസ്ബുള്ളയുടെ യൂണിറ്റ് 3900-ലും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിന്റെ ഖുദ്സ് ഫോഴ്സിലും അംഗമായിരുന്നു. ഹമാസ് തീവ്രവാദികളെ നയിക്കുകയും ഇസ്രായേലി സിവിലിയന്മാർക്കെതിരെ ഭീകരാക്രമണം ആസൂത്രണം ചെയ്യുന്നതിലും അതിന് സഹായിക്കുന്നതിലും ഇയാൾ മുൻപന്തിയിലായിരുന്നുവെന്ന് IDF പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. ഭീകരൻ ഉയർത്തിയ അടിയന്തര ഭീഷണി കണക്കിലെടുത്താണ് IDFും ISAയും ഇയാളെ കൊലപ്പെടുത്തുവാനുള്ള നടപടികൾ സ്വീകരിച്ചത്.